നമസ്കാരം. പ്രൈം ടൈമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ വാർത്താ ദിനത്തിൽ കണ്ട പുറത്തു വന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തകളുടെ സമഗ്ര ചിത്രം, അതാണ് ഇനിയുള്ള ഒരു മണിക്കൂർ സമയം പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്താൻ പോകുന്നത്. ഇന്നത്തെ വാർത്താ ദിനത്തിൽ ഏറെ ചർച്ചയായ വാർത്തയിൽ നിന്ന്, പ്രധാനപ്പെട്ട റിപ്പോർട്ടിൽ നിന്ന് നമ്മൾ തുടങ്ങുകയാണ്. മാസപ്പടി കേസിൽ CMRLനെതിരെ ഗുരുതര ആരോപണവുമായി കേന്ദ്രം. CMRL 185 കോടിയുടെ അനധികൃത പണമിടപാട് നടത്തിയെന്ന് കേന്ദ്ര സർക്കാർ ഡൽഹി ഹൈക്കോടതിയെ അറിയിച്ചു. പണം നൽകിയത് വിവിധ രാഷ്ട്രീയ പ്രവർത്തകർക്കും സ്ഥാപനങ്ങൾക്കുമാണ്. കേന്ദ്ര സർക്കാരും ആദായ നികുതി വകുപ്പും ഡൽഹി കോടതിയിൽ വിശദമായ വാദം എഴുതി സമർപ്പിച്ചു. സ്ഥാപനത്തിന്റെ സുഗമമായ നടത്തിപ്പിന് വിവിധ രാഷ്ട്രീയ നേതാക്കളുമായും സ്ഥാപനങ്ങളുമായും CMRL അനധികൃത പണമിടപാട് നടത്തി. 185 കോടിയുടെ അനധികൃത പണമിടപാടിൽ എക്സാലോജിക്കുമായി മാത്രം നടത്തിയത് 1.72 കോടിയുടെ ഇടപാട്. കോർപ്പറേറ്റ് സ്ഥാപനത്തിന്റെ മറവിൽ നടത്തിയത് സങ്കല്പിക്കാൻ കഴിയാത്ത അഴിമതി. രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയെ തകർക്കുന്ന അഴിമതിയെന്നും കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. അനധികൃതമായി നടത്തിയ പണമിടപാട് CMRLുമായി ബന്ധപ്പെട്ട കച്ചവടക്കാരുടെ ചരക്ക് നീക്കത്തിലെ ചെലവിൽ ഉൾപ്പെടുത്തി കണക്കിൽ കാണിച്ചു. CMRLനെതിരെ ആദായ നികുതി വകുപ്പും വാദം സമർപ്പിച്ചു. നിയമപ്രകാരമുള്ള തുടർ നടപടികൾ സ്വീകരിക്കാമെന്നും CMRLന്റെ ഹർജി തള്ളണമെന്നും ആദായ നികുതി വകുപ്പ് ആവശ്യപ്പെട്ടു. 24 ഡൽഹി. ആധുനിക സമ്പദ് വ്യവസ്ഥയ്ക്ക് വേണ്ട നൂതനാശയങ്ങളും നേതൃപാഠവും വളർത്തുന്നതിനായി 24 സംഘടിപ്പിക്കുന്ന ബിസിനസ് കോൺക്ലേവ് കൊച്ചിയിൽ പുരോഗമിക്കുകയാണ്. കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ധനമന്ത്രി KN ബാലഗോപാൽ കണ്ടന്റ് ലോഞ്ച് നടത്തി. ഉദ്ഘാടന സെഷനിൽ 24 ചീഫ് എഡിറ്റർ R ശ്രീകണ്ഠൻ നായർ അധ്യക്ഷനായിരുന്നു. ഹൈബീഡൻ MP, എന്റെ നാട് ചെയർമാൻ ഷിബു തെക്കുംപുറം, മുൻ നയതന്ത്രജ്ഞൻ TP ശ്രീനിവാസൻ എന്നിവർ സംസാരിച്ചു. വ്യവസായ രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖർ അണിനിരന്ന സദസ്സ്. കേരളത്തെ വ്യാവസായിക സൗഹൃദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ചർച്ചകൾ. കേരളത്തിന്റെ വികസന കാര്യത്തിൽ കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരുടെ രാഷ്ട്രീയം മറന്നുള്ള യോജിപ്പ്. വ്യവസായ പ്രമുഖർക്ക് കേന്ദ്രമന്ത്രിയുമായി നേരിട്ട് സംവദിക്കുന്നതിന് അവസരം. ആവേശകരവും ഒരേ സമയം കൗതുകകരവുമായിരുന്നു 24 ബിസിനസ് കോൺക്ലേവിന്റെ തുടക്കം. Our Prime Minister has conceived that India must be a developed country by 2047. And in our state also, when we look at our national highways and other roads, we will very well understand that we are also playing our own part in reshaping this country. Developed India by 2047. Are we on the right track? AI-driven business transformation. IPO, a detailed discussion എന്നിവയിൽ നടന്നത് ആഴത്തിലുള്ള പാനൽ ചർച്ച. KLM ആക്സിവയുടെ പങ്കാളിത്തത്തോടെ നടത്തപ്പെട്ട കോൺക്ലേവിൽ രൂപപ്പെട്ടത് കേരളത്തിന്റെ വ്യവസായ കുതിപ്പിനുള്ള പുതുപുത്തൻ ആശയങ്ങൾ. Lot of people from the world coming to Kerala. Tourism point of view, Kerala is also having lot of strength. And this is the appropriate time that today the dream of our Prime Minister to make Indian economy of $5 trillion. At the same time, the mission is to make India Atmanirbhar Bharat. 24 കൊച്ചി. കേരളത്തിലെ റോഡ് വികസനത്തിന് കത്ത് ലഭിച്ചാലുടൻ 20,000 കോടി അനുവദിക്കുമെന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി. കത്ത് നൽകാൻ മുഖ്യമന്ത്രിയോട് പറയാൻ സംസ്ഥാന ധനമന്ത്രി KN ബാലഗോപാലിനോട് നിതിൻ ഗഡ്കരി ആവശ്യപ്പെട്ടു. കൊച്ചിയിൽ 24 ബിസിനസ് കോൺക്ലേവിലായിരുന്നു കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ പ്രഖ്യാപനം. I will give you a new proposal by which the GST, that is to be a notional loss, then give me sand, then aggregate and everything without royalty. If the vacant land is there, barren land is there, you can add it, give it to my project. I will construct logistic park and I will make the road. കേരളത്തിലെ റോഡ് വികസനത്തിന് പണം തടസ്സമല്ലെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. സംസ്ഥാനത്ത് റോഡ് അപകടങ്ങൾ പെരുകാൻ കാരണം റോഡ് ഡിസൈനിങ്ങിലെ സങ്കീർണതകളാണ്. ഹൈവേ വികസനം വേഗത്തിലാക്കാൻ റോഡ് നിർമ്മാണ സാമഗ്രികളുടെ GST സംസ്ഥാനം ഒഴിവാക്കണം. മണൽ ഉൾപ്പെടെ ആവശ്യത്തിന് ലഭ്യമാക്കണമെന്നും നിതിൻ ഗഡ്കരി. GST ഒഴിവാക്കാൻ തീരുമാനിച്ചെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ പ്രതികരിച്ചു. റോഡ് വികസനത്തിന് പണം നൽകാൻ മുഖ്യമന്ത്രിയുടെ കത്ത് കാത്തിരിക്കുകയാണെന്ന് നിതിൻ ഗഡ്കരി 24 ബിസിനസ് കോൺക്ലേവിൽ. Not receiving that letter only. You have approved it. Please send me that letter immediately. I will sanction the project of 15,000 to 20,000 crore immediately to Kerala. കേരളത്തിലെ റബ്ബർ കർഷകരുടെ നിരന്തര ആവശ്യം ധനമന്ത്രി KN ബാലഗോപാൽ കേന്ദ്രമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. റബ്ബർ അധിഷ്ഠിത ടാറിംഗ് പ്രോത്സാഹിപ്പിക്കാൻ കേന്ദ്രം തയ്യാറെന്ന് നിതിൻ ഗഡ്കരി മറുപടി നൽകി. കേന്ദ്രമന്ത്രിയുടെ പ്രഖ്യാപനങ്ങൾ സ്വാഗതം ചെയ്യുന്നെന്ന് KN ബാലഗോപാൽ. Thank you. I will convey this message to the Honorable Chief Minister also. But we already decided on the issue of GST for materials in the new construction. തൊഴിലവസരങ്ങൾ കൂട്ടാൻ ഉതകുന്നതാകണം വികസന പദ്ധതികളെന്നും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. ബിസിനസ് ഡെസ്ക് 24.
കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയും തമ്മിൽ അന്തർധാരയെന്ന് പലരും ആരോപിക്കാറുണ്ട്. ഇതിൽ വാസ്തവമുണ്ടോ? കൊച്ചിയിൽ 24 ബിസിനസ് കോൺക്ലേവിൽ നിതിൻ ഗഡ്കരി ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തി. അത് കാണാം. കേരളത്തിന്റെ വികസന നയം മാറണമെന്ന് പറഞ്ഞാണ് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി തുടങ്ങിയത്. സോഷ്യലിസം, മുതലാളിത്തം, അങ്ങനെ നമുക്ക് തർക്കിക്കാൻ പല ധാരകളുമുണ്ട്. എന്നാൽ ഇപ്പോൾ കേരളത്തിന് ആവശ്യം റോഡ് നിർമ്മാണത്തിലുൾപ്പെടെ പൊതു സ്വകാര്യ പങ്കാളിത്തമാണ്. രാഷ്ട്രീയ വിശ്വാസം മുറുകെ പിടിക്കുമ്പോഴും രാജ്യത്തിന്റെ വികസനമാണ് തന്റെ ലക്ഷ്യം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ എല്ലാ സംസ്ഥാന മുഖ്യമന്ത്രിമാരുമായും നല്ല ബന്ധമുണ്ട്. രാഷ്ട്രീയമെന്നത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന 20-22 ദിവസത്തെ കാര്യം മാത്രമാണ്. പിന്നീട് രാജ്യവികസനത്തിലാണ് ശ്രദ്ധ. Today, it is the dream for all of us that we have to make Indian economy third largest economy in the world. Just I am giving you the example regarding automobile industry, which is related with my ministry. At the time when I taken charge as a minister, the size of the industry was 7 lakh crore, and today it is 22 lakh crores. And I am confident when I taken charge as a minister, our number was 7. Today our number is 3rd. കേരളത്തെ ഏറെ ഇഷ്ടമാണ്. കൊച്ചിയിലെത്തുമ്പോൾ ലുലു മാളിലെ പാരഗൺ റെസ്റ്റോറന്റിൽ പോകാറുണ്ടെന്നും കേരളീയ ഭക്ഷണം ഇഷ്ടമെന്നും കേന്ദ്രമന്ത്രി. I like Kerala food particularly. And as 2 days before, Mr. Lulu was with my office. There was one Paragon restaurant. And I am vegetarian. Many times when I come to Kochi and I visited there. I really like the food. ബിസിനസ് കോൺക്ലേവിൽ പങ്കെടുത്തവരുടെ ചോദ്യങ്ങൾക്കും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി മറുപടി നൽകി. 24 കൊച്ചി. പത്തനംതിട്ടയിൽ നിന്ന് ഇന്നലെ മുതൽ നടുക്കുന്ന വിവരങ്ങളാണ്, കേരളത്തെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവന്നത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 20ആയി. പ്രതികൾക്കെതിരെ കൂട്ടബലാത്സംഗം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. ഇന്നലെ അറസ്റ്റിലായ ഇലവന്തിട്ട സ്വദേശി സുബിനാണ് പെൺകുട്ടിയെ ആദ്യം പീഡിപ്പിച്ചത് എന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. വളരെ വിശദമായ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് പല പോയിന്റുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നുണ്ട്. ദളിത് വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടിയുടെ മൊഴി പ്രകാരം 64 പേരാണ് പ്രതികൾ. പ്രതികളുടെ 42 പേരുടെ ഫോൺ നമ്പർ പെൺകുട്ടിയുടെ അച്ഛന്റെ ഫോണിൽ നിന്ന് തന്നെയാണ് ലഭിച്ചത്. ഇതിൽ ആദ്യ പരിശോധനയിൽ തന്നെ പീഡനത്തിൽ ഉൾപ്പെട്ടവരാണെന്ന് പോലീസ് ഉറപ്പിച്ച 5 പേരെ ഇന്നലെ ഇലവന്തിട്ട പോലീസ് സ്റ്റേഷനിൽ അറസ്റ്റ് രേഖപ്പെടുത്തി. ഇവിടെ അറസ്റ്റിലായ സുബിൻ എന്നയാളാണ് പെൺകുട്ടിയുമായി ആദ്യം സൗഹൃദത്തിൽ ഏർപ്പെടുന്നത്. നഗ്നദൃശ്യങ്ങൾ അയച്ചുകൊടുത്തും തിരികെ വാങ്ങിയും പെൺകുട്ടിയെ പീഡിപ്പിച്ചു. ശേഷം പെൺകുട്ടിയുടെ നഗ്നദൃശ്യങ്ങൾ മറ്റു പലർക്കും അയച്ചു കൊടുത്തു. ഈ ദൃശ്യങ്ങൾ കാണിച്ചാണ് പലരും പെൺകുട്ടിയെ വിളിച്ചു വരുത്തി പീഡിപ്പിച്ചതെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. 15 പേരെ ഇന്ന് രാവിലെയാണ് പത്തനംതിട്ട ഡിവൈഎസ്പി എസ് നന്ദകുമാറിന്റെ നേതൃത്വത്തിൽ കസ്റ്റഡിയിലെടുത്തത്. ഇവരിൽ പ്രായപൂർത്തിയാകാത്തവരും ഉൾപ്പെടുന്നു. ഇന്ന് ഈ 15 പേരുടെ അറസ്റ്റ് കൂടി രേഖപ്പെടുത്തിയതോടെ കേസിൽ ഇതുവരെ അറസ്റ്റിലായവരുടെ എണ്ണം 20ആയി. അറസ്റ്റിലായവരിൽ അടുത്ത ദിവസം വിവാഹ നിശ്ചയം നടക്കാനിരിക്കുന്ന നവവരനും ഉൾപ്പെടും. അത്ലറ്റായ പെൺകുട്ടിയെ പത്തനംതിട്ട ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലും ജില്ലയ്ക്ക് പുറത്തും തിരുവനന്തപുരത്തും എത്തിച്ചും പീഡിപ്പിച്ചുവെന്നാണ് മൊഴി. 64 പേരുടെ പേരുവിവരങ്ങൾ പെൺകുട്ടി പറഞ്ഞതനുസരിച്ച് പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. പരമാവധി പ്രതികളെ ഉടൻ പിടികൂടാനാണ് പോലീസ് നീക്കം. ദക്ഷിണ മേഖലാ DIG അന്വേഷണത്തിന്റെ പുരോഗതി വിലയിരുത്തുന്നുണ്ട്. 24 പത്തനംതിട്ട. പത്തനംതിട്ടയിൽ 60-ലധികം പേർ പീഡിപ്പിച്ചുവെന്ന പെൺകുട്ടിയുടെ വെളിപ്പെടുത്തലിൽ കേസെടുത്തിട്ടുണ്ട് സംസ്ഥാന വനിതാ കമ്മീഷൻ. ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കാൻ പത്തനംതിട്ട SP നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതുവരെ സ്വീകരിച്ച നടപടികൾ എന്താണ്, അതിന്റെ തൽസ്ഥിതി എന്താണ് എന്നുള്ള തൽസ്ഥിതി റിപ്പോർട്ട് 3 ദിവസത്തിനകം സമർപ്പിക്കാനാണ് സംസ്ഥാന പോലീസിന് ദേശീയ വനിതാ കമ്മീഷൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ശ്രീകുമാരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീത്ത്, നടുക്കുന്ന വിവരങ്ങളാണ് ഈ പെൺകുട്ടിയുടെ മൊഴിക്ക് പിന്നാലെ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ കൂടുതൽ ആക്ഷൻ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട്. അത് ഏത് ഘട്ടത്തിലാണ്? ഇപ്പോൾ വനിതാ കമ്മീഷൻ കൂടി ആ വിഷയത്തിൽ ഇടപെടുന്നു. ഗൗരവത്തോടു കൂടി ആ അന്വേഷണത്തിലൊരു നിരീക്ഷണം കൂടി ഉണ്ടാവുകയാണ്. എന്താണ് വിശദാംശങ്ങൾ ശ്രീകുമാർ? അതെ, നാളെ വിവാഹ നിശ്ചയം നടക്കാനിരിക്കുന്ന നവവരൻ അടക്കമാണ് ഇപ്പോൾ പിടിയിലായവരുടെ കൂട്ടത്തിലുള്ളത്. അത് ഒരു പ്രാഥമിക പട്ടിക മാത്രമാണ് എന്നാണ് പോലീസ് പറയുന്നത്. ഇനിയും കൂടുതൽ ആളുകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഓരോരുത്തരും ചെയ്ത ക്രൈം അടക്കം കൃത്യമായ രീതിയിൽ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതിൽ ഈ 5 പേർ, ഏറ്റവും ഒടുവിൽ റാന്നിയിൽ നിന്ന് അറസ്റ്റിലായ 6 പേരിൽ 4 പേർ ഈ പറയുന്ന 5 പേർ ഈ പറയുന്ന പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചിട്ടുണ്ട്, ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു മൊഴി
അവർക്ക് ലഭിച്ചിട്ടുണ്ട്. ഇത് കൂടാതെ മറ്റു ഒരാൾ സഹായം ചെയ്ത ഒരു ഓട്ടോ ഡ്രൈവറാണ്. ഒരു 39 വയസ്സുകാരനായ ഒരു ഷിജു എന്നാണ് അദ്ദേഹത്തിന്റെ പേരെന്നാണ്, അയാളുടെ പേരെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അയാൾ സഹായം ചെയ്ത ഓട്ടോ ഡ്രൈവറാണ്, കൊണ്ടുപോയതാണ്. ഇത് കൂടാതെ റബ്ബർ തോട്ടത്തിൽ വെച്ച്, അതുപോലെ തന്നെ സുഹൃത്തിന്റെ വീട്ടിൽ വെച്ച്, അങ്ങനെ പലയിടങ്ങളിൽ ആളൊഴിഞ്ഞ വീട്ടിൽ വെച്ച്, അങ്ങനെയൊക്കെയാണ് പല ഘട്ടങ്ങളിലും പെൺകുട്ടിയെ പീഡിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇന്നലെ ഇലവന്തട്ടയിൽ അറസ്റ്റിലായ സുബിൻ എന്ന 24 വയസ്സുകാരൻ. ഇയാൾക്ക് ഭാര്യയുണ്ട്, ഒരു കുട്ടിയുണ്ട്. ഈ സുബിനാണ് ഈ പറയുന്നത് പോലെ ഈ പെൺകുട്ടിയുമായി ആദ്യം സൗഹൃദത്തിൽ ഏർപ്പെടുന്നതും പിന്നീട് ഈ പെൺകുട്ടിയുടെ നഗ്നചിത്രങ്ങൾ വാങ്ങിച്ചെടുക്കുകയും പിന്നെ ഇയാളുടെ നഗ്നചിത്രങ്ങൾ അങ്ങോട്ട് കൊടുക്കുകയും ശേഷം പലർക്കും ഈ നഗ്നചിത്രങ്ങൾ അയച്ചു കൊടുത്ത് അവരിലേക്കൊക്കെ ഈ പെൺകുട്ടിയെ എത്തിക്കുന്നത്. പെൺകുട്ടി പിന്നീട് ഈ ചിത്രങ്ങൾ കാണിച്ചപ്പോൾ നിർബന്ധിതമാവുകയായിരുന്നു പോകാനെന്നാണ് കൊടുത്തിരിക്കുന്ന മൊഴി. എന്തായാലും പോലീസ് ഈ വിഷയത്തിൽ ഗൗരവമായി തന്നെ കാണുന്നുണ്ട്. കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും പക്ഷേ വനിതാ കമ്മീഷനും സംസ്ഥാന വനിതാ കമ്മീഷനും ഒരുപോലെ ഇടപെട്ടിട്ടുണ്ട്. സംസ്ഥാന വനിതാ കമ്മീഷൻ എന്തായാലും കേസ് എടുത്തിട്ടുണ്ട്. ഉടൻ തന്നെ 3 ദിവസത്തിനകം തന്നെ റിപ്പോർട്ട് സമർപ്പിക്കാൻ പത്തനംതിട്ട SP-ക്ക് കർശനമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ദേശീയ വനിതാ കമ്മീഷനും സമാനമായ രീതിയിലുള്ള ഇടപെടൽ നടത്തുന്നുണ്ട്. എന്തായാലും ദക്ഷിണ മേഖല DIG അടക്കമുള്ള ആളുകൾ ഈ വിഷയത്തിൽ കൃത്യമായ രീതിയിലുള്ളൊരു കൂടിയാലോചന നടത്തുന്നുണ്ട്. അവർ അടുത്ത ദിവസം തന്നെ ഇങ്ങോട്ട് എത്തിച്ചേരുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. കൂടുതൽ അറസ്റ്റ് നാളെ അടക്കം ഉണ്ടാകാനുള്ള സാധ്യതയാണ് നമ്മൾ മുന്നിൽ കാണുന്നത്. എന്നാലും കേസന്വേഷണം വളരെ കൃത്യമായി തന്നെ മുന്നോട്ട് പോകുന്നുവെന്ന് പറയുന്നു. ഇത് ഈ പെൺകുട്ടിയുടെ മൊഴിയിൽ നിന്ന് തുടങ്ങുന്ന അന്വേഷണമാണ്. അത് ഇപ്പോൾ പലരിലേക്കും എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. കൂടുതൽ പേർ എന്തായാലും ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ പല കാലങ്ങളിലായിട്ടാണ്. അതുകൊണ്ട് ഇതിൻ്റെ ഈ തെളിവ് ശേഖരണത്തിലോ കാര്യങ്ങളിലൊക്കെ പോലീസിന് എന്തെങ്കിലും തരത്തിലുള്ള വെല്ലുവിളികൾ നേരിടുന്ന സാഹചര്യമുണ്ടോ ശ്രീത്? സ്വാഭാവികമായി ഉണ്ടാകുമല്ലോ ടിക്കെ. ഇക്കാര്യത്തിൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശ്രമകരമായ ദൗത്യമാണ്. നേരത്തെ പറഞ്ഞതുപോലെ 32 മുതൽ 42 പേരുടെ വരെ ഫോൺ നമ്പറുകൾ പെൺകുട്ടി കുറിച്ചു വെച്ചിരുന്നത് അല്ലെങ്കിൽ ശേഖരിച്ചു വെച്ചിരുന്നത് ഈ പെൺകുട്ടിയുടെ അച്ഛന്റെ മൊബൈൽ ഫോണിൽ നിന്ന് തന്നെയാണ്. ഇത് അതീവ രഹസ്യമായാണ് CWC കൈക്കലാക്കിയത്. അതിനുശേഷം അത് പത്തനംതിട്ട പോലീസിനെ ഏൽപ്പിക്കുന്നു. അങ്ങനെയാണ് അതിൽ ഈ 42ഓളം നമ്പറുകൾ പോയി പെൺകുട്ടി തന്നെയാണ് ഈ പറയുന്ന പോലീസിനും അതുപോലെ തന്നെ CWCക്കും കൊടുത്തിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ തന്നെയാണ്. മാത്രമല്ല ഈ പെൺകുട്ടി തന്നെ ലൈംഗികമായി ഉപയോഗിച്ച ആളുകളുടെ പേര് വിവരങ്ങളെല്ലാം തന്നെ എഴുതി വെച്ചിട്ടുണ്ട് എന്നും പറയപ്പെടുന്നു. അങ്ങനെയാണ് അത് കാറിൽ വെച്ച് പീഡിപ്പിച്ചിട്ടുണ്ട്. സ്ഥലങ്ങൾ കൃത്യമായ രീതിയിൽ എല്ലാ രീതിയിലും എഴുതി വെച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം തെളിവുകൾ ശേഖരിക്കുക, അത് 3 വർഷം ഒക്കെയായി ഓരോ കേസും കഴിഞ്ഞിട്ട്, അപ്പൊ തെളിവുകൾ ശേഖരിക്കുക എന്നത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം കനത്ത വെല്ലുവിളിയാണ്. അയച്ച മെസ്സേജുകൾ ഒക്കെ തന്നെ തിരിച്ച് എടുക്കേണ്ടതുണ്ട്. അതിന് വാട്സപ്പിനും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിനും ഫേസ്ബുക്കിനും ഒക്കെ അവർ അപേക്ഷ നൽകേണ്ടതുണ്ട്. അതൊക്കെ തിരിച്ചു കിട്ടുമെന്ന കാര്യത്തെക്കുറിച്ചൊക്കെ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. എന്തായാലും പെൺകുട്ടി മൊഴിയിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ശക്തമായ രീതിയിലുള്ള ഒരു ചാർജ് ഷീറ്റ് തന്നെ സമർപ്പിക്കാനാകുമെന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ പെൺകുട്ടി ഏതെങ്കിലും തരത്തിൽ മൊഴിമാറ്റം നടത്തുകയാണെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നുമില്ല എന്നും പോലീസ് പറയുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ പെൺകുട്ടി മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. അതാണ് പോലീസിനും ആത്മവിശ്വാസം നൽകുന്നത്. കൂടുതൽ അറസ്റ്റിലേക്ക് അടുത്ത ദിവസം തന്നെ കടക്കാൻ തന്നെയാണ്, കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകും തന്നെയാണ് പത്തനംതിട്ട DYSP അന്വേഷണ ചുമതലയുള്ള DYSP നന്ദകുമാർ നമ്മെ അറിയിക്കുന്നത്. ശരി, ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. വളരെ ഗൗരവത്തോടു കൂടിയുള്ള അന്വേഷണം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുകയാണ്. പത്തനംതിട്ടയിൽ 60-ലധികം പേർ പീഡിപ്പിച്ചു എന്ന പെൺകുട്ടിയുടെ വെളിപ്പെടുത്തൽ, അതിൽ നിന്നാണ് ഇതിന്റെ അന്വേഷണം തുടങ്ങുന്നത്. ഇപ്പോൾ പലരിലേക്കും അന്വേഷണം എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. കൂടുതൽ പേരിലേക്ക് ആ അന്വേഷണം എത്താനുണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിൽ നിന്ന് മനസ്സിലാവുന്ന വിവരം. എങ്കിലും ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഏറെ മുന്നോട്ട് പോകാൻ ഈ ഘട്ടത്തിൽ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ട്. തെളിവ് ശേഖരണമടക്കം പല കാലങ്ങളിലുള്ള സംഭവമാണ്. അതിലൊക്കെ തെളിവ് ശേഖരണമടക്കം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ കേസെടുത്തിരിക്കുകയാണ് സംസ്ഥാന വനിതാ കമ്മീഷൻ. ദേശീയ വനിതാ കമ്മീഷന്റെ ഇടപെടലും ഈ വിഷയത്തിൽ ഉണ്ടാവുന്നുണ്ട്. ശ്രീകുമാരൻ വിശദമായ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. മലപ്പുറം വാഴക്കാടിൽ വിദ്യാർത്ഥി ബസ്സിൽ നിന്ന് തെറിച്ചു വീണ സംഭവത്തിൽ കേസെടുക്കാതെ പോലീസ്. പരിക്കേറ്റ +1 വിദ്യാർത്ഥി അലൻ ബ്രിജേഷിനെ ആശുപത്രിയിൽ എത്തിക്കാൻ ബസ് ജീവനക്കാർ തയ്യാറായില്ല എന്ന പരാതിയും അതിനൊപ്പം നമ്മൾ ഉയർന്നു കേട്ടതാണ്. അപകടം നടന്ന 4 ദിവസമായിട്ടും കേസെടുക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്കും ഗതാഗത മന്ത്രിക്കും കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. കുടുംബത്തിന്റെ പ്രതികരണം കാണാം ആദ്യം. സഫ എന്ന് പറഞ്ഞ ബസ് വന്നപ്പോൾ അതിൽ കയറാൻ വിചാരിച്ച് സ്റ്റോപ്പിൽ നിന്നു. ബസ് കുറേ മുമ്പോട്ട് കൊണ്ടാണ് നിർത്തി, സ്റ്റോപ്പിൽ നിർത്താതെ കുറേ മുമ്പോട്ട് കൊണ്ട് നിർത്തി. കയറി ഉള്ളിലേക്ക് കയറുന്നതിന് മുന്നേ ബസ്സുകാരൻ ഡബിൾ ബെല്ലടിച്ചു. അതിൽ ഞാൻ ഡോറ് പോലും അടയ്ക്കാതെ ഡബിൾ ബെല്ലടിച്ചു. അതിൽ ഞാൻ പുറത്തേക്ക് തെറിച്ച് വീണു. എൻ്റെ ഊരടിച്ചാണ് ഞാൻ വീണത്. തല വരെ ഇടിക്കേണ്ടിയായിരുന്നു. ഞാൻ കമ്പിയും പിടിച്ചുകൊണ്ട് എൻ്റെ തല ഇടിക്കാതെ രക്ഷപ്പെട്ടു. ആ വിദ്യാർത്ഥിയുടെ പ്രതികരണമാണ് നമ്മളിപ്പോൾ കണ്ടത്. വിപിൻ സി വിജയൻ വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് ചേരുന്നുണ്ട്. വിപിൻ, എന്താണ് ഇതിൽ പോലീസ് അനങ്ങിയില്ല എന്നുള്ളൊരു വിമർശനം ഉയർന്നു വരാനുള്ള സാഹചര്യം?
പോലീസ് ആ പരാതിയോട് നൽകുന്ന മറുപടി എന്താണ്? റിജിത്ത്, വളരെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു അലംഭാവമാണ് ഈ ഉണ്ടായിരിക്കുന്നത്. 7-ാം തീയതി വൈകിട്ടാണ് +1 വിദ്യാർത്ഥിയായ അലൻ ഈ ബസ്സിൽ നിന്ന് വീഴുന്നത്. ബസ്സിലേക്ക് കയറുന്നതിന് തൊട്ട് മുൻപ് ഡബിൾ ബെല്ല് അടിക്കുകയും അതിൽ നിന്ന് തെറിച്ചു വീഴുകയുമായിരുന്നു. കയ്യിനും കാലിനും വയറിനും പരിക്കേറ്റിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം ഈ ബസ് അപ്പോൾ തന്നെ നിർത്തി. നാട്ടുകാരാണ് ബസ് പിന്നീട് തടഞ്ഞു നിർത്തുന്നത്. അതിൽ നിന്ന് ബസ് ഇറങ്ങി വന്ന് അലനെ നോക്കിയെന്നുണ്ടെങ്കിലും പിന്നീട് ബസ് എടുത്ത് പോവുകയാണ് ഉണ്ടായത്. 100 മീറ്റർ അപ്പുറത്ത് ആശുപത്രി ഉണ്ടായിരുന്നു. ഈ ആശുപത്രിയിലേക്കൊന്ന് എത്തിക്കാൻ പോലും ബസ്സുകാർ തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ ഈ കുടുംബം 8-ാം തീയതി തന്നെ പോലീസിൽ പരാതി നൽകുന്നു. വാഴക്കാട് പോലീസിലാണ് പരാതി നൽകുന്നത്. പക്ഷേ ഇപ്പോഴിതാ 4 ദിവസം കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് 11-ാം തീയതി ഇതാ ഇപ്പോൾ ഈ രാത്രി ആയിരിക്കുന്നു. ഇതുവരെയും ആ കുട്ടിയുടെ മൊഴിയൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. ഈ കേസിൽ ഇതുവരെ കേസെടുത്തിട്ടില്ല. ഈ പരാതിയിൽ ഇതുവരെയും കേസെടുത്തിട്ടില്ല. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു കോംപ്രമൈസിന്റെ ചർച്ചകൾക്ക് മാത്രമാണ് പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാവുന്നത് എന്നുള്ളതാണ് കുടുംബം പ്രധാനമായും ആരോപിക്കുന്നത്. ഒപ്പം തന്നെ ഈ ബസ്സുകാരുടെ ഭാഗത്ത് നിന്ന് ബസ്സുകാർ എപ്പോഴും വിളിക്കുകയും അവരൊരു കോംപ്രമൈസിന് വരുന്നു എന്നുള്ളതാണ്. പക്ഷേ നിയമപരമായി പരാതിയുമായി പോകാനാണ് കുടുംബത്തിന്റെ തീരുമാനം. കാരണം ഒന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കാൻ പോലും ഈ സഫ ബസ്സുകാർ തയ്യാറായില്ല എന്നുള്ളതാണ് അവരുടെ പരാതി. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിക്കും ഗതാഗത മന്ത്രിക്കും ഉൾപ്പെടെ ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നു. ഒപ്പം ചൈൽഡ് ലൈൻ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകാനും കുടുംബത്തിന്റെ ആലോചനയുണ്ട്. ആ രീതിയിലാണ് ആ നിയമപരമായ കാര്യങ്ങൾ പോകുന്നത്. പക്ഷേ ഇപ്പോഴും ഈ വിദ്യാർത്ഥികൾ കയറുന്നതിന് മുൻപ് ബസ് പോകുന്നു, അതിൽ നിന്ന് തെറിച്ചു വീഴുന്നു എന്നുള്ളതിലൊന്നും ഇപ്പോഴും ഒരു നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ളത് വളരെ ഗൗരവമുള്ള ഒരു കാര്യം തന്നെയാണ്. ശരി, വിപിൻ സി വിജയൻ വിവരങ്ങൾ നൽകുകയായിരുന്നു മലപ്പുറത്ത് നിന്ന്. പോലീസ് യാതൊരു തരത്തിലുള്ള ഇടപെടലും ഈ പരാതിയുമായി ബന്ധപ്പെട്ട് നടത്തുന്നില്ല എന്നുള്ളതിന് പിന്നാലെ മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകാനുള്ള നീക്കത്തിലേക്കാണ് ആ കുട്ടിയുടെ കുടുംബം കടക്കുന്നത്. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. വ്യവസായി ബോബി ചെമ്മണ്ണൂരിന് പിന്നാലെ രാഹുൽ ഈശ്വറിനെതിരെയും പരാതിയുമായി നടി ഹണി റോസ്. തനിക്കെതിരെ സംഘടിതാക്രമണത്തിന് ആസൂത്രണം ചെയ്യുന്നു എന്നാണ് പരാതി. താൻ അധിക്ഷേപിച്ചെന്ന് തെളിയിച്ചാൽ ജയിലിൽ പോകാനും തയ്യാറാണ് എന്നാണ് രാഹുൽ ഈശ്വറിന്റെ മറുപടി. തന്റെ മൗലിക അവകാശങ്ങളെ നിഷേധിക്കുന്നെന്നും സ്ത്രീത്വത്തെ അപമാനിക്കുന്നെന്നും ചൂണ്ടിക്കാട്ടിയാണ് രാഹുൽ ഈശ്വറിനെതിരെ നടി ഹണി റോസ് പരാതി നൽകിയത്. തുടർച്ചയായി മാധ്യമങ്ങളിലൂടെ രാഹുൽ ഈശ്വർ തനിക്കെതിരെ പൊതുബോധം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു. ഇതിന്റെ ഭാഗമായുള്ള അപായ ഭീഷണികൾക്കും സൈബർ ബുള്ളിയിങ്ങിനും പ്രധാന കാരണക്കാരൻ രാഹുൽ ഈശ്വറാണെന്നും ഹണി റോസ് പറയുന്നു. എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ നേരിട്ടെത്തിയാണ് നടി പരാതി നൽകിയത്. ഹണി റോസിന്റെ പരാതിയിൽ ബോബി ചെമ്മണ്ണൂർ അറസ്റ്റിലായതിന് പിന്നാലെയാണ് ഹണി റോസിനെ വിമർശിച്ച് രാഹുൽ ഈശ്വർ രംഗത്തെത്തിയത്. താൻ അധിക്ഷേപിച്ചെന്ന് തെളിയിച്ചാൽ ജയിലിൽ പോകാൻ തയ്യാറെന്ന് രാഹുൽ ഈശ്വർ 24നോട്. ഹണി റോസിനെതിരെ ഇത്രയും മാധ്യമങ്ങളിൽ ഞാൻ ചാനൽ ചർച്ചയ്ക്ക് പങ്കെടുത്തു. ഒരു മാധ്യമത്തിലെങ്കിലും ഹണി റോസിനെ വ്യക്തിപരമായി അധിക്ഷേപിക്കുകയോ ആഭാസം പറയുകയോ സെക്ഷലി കളേർഡ് റിമാർക്ക് എന്ന ആർട്ടിക്കിൾ BNSന്റെ 75ന്റെ താഴെയുള്ള 4ാം ഉപവകുപ്പിൽ വരുന്ന ഒരു കാര്യം എവിടെയെങ്കിലും പറയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എനിക്കെതിരെ ശക്തമായ നടപടിയെടുക്കണം. ബോബി ചെമ്മണ്ണൂരിനെതിരായ ലൈംഗിക അധിക്ഷേപ കേസിൽ നടി ഹണി റോസിന്റെ മൊഴി വീണ്ടും പോലീസ് രേഖപ്പെടുത്തും. ബോബി ചെമ്മണ്ണൂർ പിന്തുടർന്ന് ശല്യം ചെയ്തെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. ഇത് പ്രകാരമുള്ള വകുപ്പുകൾ ചുമത്തുന്നതും സെൻട്രൽ പോലീസിന്റെ പരിഗണനയിലാണ്. 24 കൊച്ചി. ഇനി ചെറിയൊരു ഇടവേളയിലേക്ക് പോകാനുള്ള സമയമാണ്. കമന്റ് ബോക്സിലേക്ക് ഒന്ന് കണ്ണോടിക്കുമ്പോൾ പത്തനംതിട്ടയിലെ ആ പെൺകുട്ടിയുടെ വെളിപ്പെടുത്തൽ, തുടർന്നുള്ള പോലീസിന്റെ നടപടി, കൂടുതൽ പേരെ അറസ്റ്റ് ചെയ്യുന്ന പോലീസിന്റെ നടപടി, അതുമായി ബന്ധപ്പെട്ടുള്ള ആ വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങൾ ഒരുപാട് കാണാൻ കഴിയുന്നുണ്ട്. ആരൊക്കെയാണ് അതിന് പിന്നിലുള്ളത് എന്നത് സംബന്ധിച്ച് വളരെ വിശദമായ അന്വേഷണം നടക്കണം, ഗൗരവത്തോടു കൂടിയുള്ള അന്വേഷണം നടക്കണം, കുറ്റക്കാരെ വെളിച്ചത്ത് കൊണ്ടുവരണം എന്നുള്ള ആവശ്യമാണ് പൊതുവായി ആ കമന്റുകളിൽ കാണാൻ കഴിയുന്നത്. നമ്മൾ ചെറിയൊരു ഇടവേളയിലേക്ക് പോകുന്നു. മറ്റ് പ്രേക്ഷകരുടെ കമന്റുകൾ അവഗണിച്ചതല്ല, സമയത്തിന്റെ പരിമിതി കൊണ്ടാണ്. പെട്ടെന്ന് തന്നെ ഇടവേളയിലേക്ക് കടക്കേണ്ടതുണ്ട്. ഇടവേളയ്ക്ക് ശേഷം നമ്മൾ തിരികെത്തും. മറ്റ് റിപ്പോർട്ടുകൾ, പതിവ് സെഗ്മെന്റുകൾ, ഒപ്പം തന്നെ പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിക്കാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. പ്രൈം ടൈമിലേക്ക് വീണ്ടും ഇടവേള കഴിഞ്ഞ് തിരികെ എത്തുമ്പോൾ കമന്റ് ബോക്സിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. ഒരുപാട് പ്രേക്ഷകർ SKN എന്നിവിടെ സാധാരണ SKN ആണല്ലോ ഈ പരിപാടി ചെയ്യാറുള്ളത് എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. SKN നമ്മുടെ ബിസിനസ് കോൺക്ലേവിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് ചില പ്രേക്ഷകർക്കൊക്കെ അറിയാം എന്ന് തോന്നുന്നു. ചില ആളുകൾ അങ്ങനെ ചോദിച്ചുകൊണ്ട് അത് സംബന്ധിച്ച മറുപടി നൽകിയെന്ന് മാത്രം. അടുത്ത റിപ്പോർട്ടിലേക്ക് നമുക്ക് കടക്കാനുള്ള സമയമായിരിക്കുകയാണ്. 6 പതിറ്റാണ്ടോളം സംഗീത ലോകത്തെ സ്നേഹാർദ്രമാക്കിയ P. ജയചന്ദ്രൻ ഇനി ഹൃദയങ്ങളിൽ അനശ്വരൻ. പ്രിയ ഗായകന് സാംസ്കാരിക കേരളം വിടചൊല്ലി. പറവൂർ ചേന്നമംഗലത്തെ പാലിയത്ത് തറവാട്ട് വളപ്പിൽ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാര ചടങ്ങ്. പാടിയതൊക്കെ
ഇതൊക്കെയും ഇനി ഹൃദയങ്ങളിലെ സ്വരമുദ്ര. ഓർമ്മയിലെ പൂർണ്ണചന്ദ്രനായി ഭാവഗായകൻ പി ജയചന്ദ്രൻ എന്നും തെളിഞ്ഞു നിൽക്കും. രാവിലെ 8 മണിയോടെയാണ് തൃശൂർ പൂങ്കുന്നത്തെ വസതിയിൽ നിന്ന് പി ജയചന്ദ്രന്റെ മൃതദേഹം താൻ പഠിച്ച ഇരിങ്ങാലക്കുട നാഷണൽ സ്കൂളിൽ എത്തിച്ചത്. കാത്തുനിന്ന 100 കണക്കിന് ആളുകൾ പ്രിയപ്പെട്ട പാട്ടുകാരന് അന്ത്യാഞ്ജലി നൽകി. തുടർന്ന് വിലാപയാത്രയായി മൃതദേഹം പാലിയത്തെ തറവാട്ടിലേക്ക്. മന്ത്രിമാരായ സജി ചെറിയാൻ, എം പി രാജേഷ്, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തുടങ്ങിയവർ അന്തിമോപചാരമർപ്പിച്ചു. പതിറ്റാണ്ടുകളുടെ ചരിത്രമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം. അങ്ങനെ അതുല്യമായ സംഭാവനകൾ ചെയ്തിട്ടാണ് ജയേട്ടൻ യാത്രയാകുന്നത്. നാടിനു വേണ്ടി, ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഹൃദയപൂർവ്വം അദ്ദേഹത്തിന് യാത്രയപ്പം നൽകുന്നു. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ 1 മണിക്ക് മൃതദേഹം സംസ്കരിച്ചു. മകൻ ദിനനാഥൻ അന്ത്യകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. ചിതയ്ക്ക് തീ കൊളുത്തിയപ്പോൾ ഇതിഹാസ സമാനമായ സംഗീതകാലത്തിന് അവസാനമായി. 24 കൊച്ചി. CPIM ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിൽ കുട്ടനാട് MLA തോമസ് കെ തോമസിനെതിരെ രൂക്ഷ വിമർശനം. MLA തെക്കും വടക്കും അറിയാത്തവനെന്നും കരാറുകാരിൽ നിന്ന് പണം വാങ്ങുന്നുവെന്നുമാണ് കുട്ടനാട് ഏരിയ കമ്മിറ്റിയുടെ വിമർശനം. മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ സംഘടനാ വിഷയങ്ങൾ ചർച്ചയായില്ല എന്നത് ശ്രദ്ധേയമാണ്. കുട്ടനാട് സീറ്റ് CPIM ഏറ്റെടുക്കണമെന്നുള്ള വർഷങ്ങളായുള്ള ആവശ്യം ഇത്തവണത്തെ സമ്മേളനത്തിലും ആവർത്തിക്കപ്പെട്ടു. തെക്കും വടക്കും അറിയാത്തവരാണ് തോമസ് കെ തോമസ് MLA എന്നും MLAയുടെ പ്രവർത്തനം പൂർണ്ണ പരാജയമാണെന്നുമാണ് വിമർശനമുയർന്നത്. തോമസ് കെ തോമസിനെ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കാതിരുന്ന മുഖ്യമന്ത്രിക്ക് അഭിനന്ദനമുണ്ടായി. സർക്കാർ ഭരണത്തിൽ പോലീസിനും മന്ത്രി പി രാജീവിനും എതിരെ മാത്രമായിരുന്നു വിമർശനം. മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ തന്നെ പോലീസ് നയത്തിലെ പ്രശ്നങ്ങളും ചർച്ചയായി. സാധാരണക്കാരന് പോലീസിന്റെ സേവനം ലഭ്യമാക്കുന്നില്ല എന്ന് പ്രതിനിധികൾ വിമർശിച്ചു. കയർ മേഖല പൂർണ്ണമായി നശിച്ചെന്ന് ചേർത്തലയിൽ നിന്നുള്ള പ്രതിനിധികൾ പറഞ്ഞു. പാർട്ടിയുടെ അടിസ്ഥാന വോട്ടുകൾ കയർ മേഖലയിൽ നിന്നാണ്. കയർ തൊഴിലാളികളോട് പാർട്ടി എന്ത് വിശദീകരണം നൽകുമെന്നും പ്രവർത്തകർ ചോദിച്ചു. ചർച്ചയിൽ മാധ്യമങ്ങൾക്കെതിരെ യു പ്രതിഭ MLA വിമർശനമുന്നയിച്ചു. മകൻ ഉൾപ്പെട്ട ലഹരിക്കേസിൽ മാധ്യമങ്ങൾ കരുതിക്കൂട്ടി തന്നെ ആക്രമിക്കുകയായിരുന്നു. ശരിയായി അന്വേഷിച്ചല്ല എക്സൈസ് കേസെടുത്തതെന്നും MLA കുറ്റപ്പെടുത്തി. സമ്മേളനത്തിലെ ആദ്യ ദിനം മുഖ്യമന്ത്രിയെയും ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി സജി ചെറിയാനെയും പുകഴ്ത്തിയുള്ള ചർച്ചകളായിരുന്നു. രണ്ടാം ദിനത്തിലും സംഘടനാ വിഷയങ്ങൾ കാര്യമായി ചർച്ചയായില്ല. നാളെ വൈകിട്ടാണ് സമാപന സമ്മേളനം. 24 ആലപ്പുഴ. വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയെ തുടർന്നുണ്ടായ വിവാദങ്ങൾക്ക് പിന്നാലെ കോൺഗ്രസിൽ നേതൃമാറ്റം ആവശ്യപ്പെട്ട് ഒരു വിഭാഗം നേതാക്കൾ. ഇക്കാര്യം ആവശ്യപ്പെട്ട് നേതാക്കൾ KPCC നേതൃത്വത്തെ സമീപിച്ചേക്കും എന്നുള്ളതാണ് വിവരം. അതേസമയം ആത്മഹത്യയിൽ പ്രതി ചേർക്കപ്പെട്ട MLA IC ബാലകൃഷ്ണനും DCC പ്രസിഡന്റ് ND അപ്പച്ചനും ഇതുവരെ ജില്ലയിലെത്തിയിട്ടില്ല. ഈ മാസം 15 വരെയാണ് കോൺഗ്രസ് നേതാക്കളുടെ അറസ്റ്റ് കോടതി തടഞ്ഞത്. എന്നാൽ കേസിൽ പ്രതി ചേർക്കപ്പെട്ട IC ബാലകൃഷ്ണന്റെയും ND അപ്പച്ചന്റെയും KK ഗോപിനാഥന്റെയും ഫോണുകൾ ഇപ്പോഴും സ്വിച്ച്ഡ് ഓഫ് ആണ്. ഇവർ ഇതുവരെ ജില്ലയിലെത്തിയിട്ടില്ല. യോഗ്യതയുണ്ടായിട്ടും അർബൻ ബാങ്കിൽ ജോലി നിഷേധിച്ച സാഹചര്യത്തിലാണ് KV ബാലകൃഷ്ണന്റെ മകൾക്കായി ശുപാർശ കത്ത് നൽകിയതെന്ന് IC ബാലകൃഷ്ണൻ 24നോട്. തനിക്കെതിരെ CPM നടത്തുന്നത് വ്യാജ പ്രചരണമാണെന്ന് IC ബാലകൃഷ്ണൻ. എന്നെ സമീപിച്ചപ്പോൾ അദ്ദേഹം ആവശ്യപ്പെട്ടത് ഒരു കത്ത് എനിക്ക് തരണമെന്ന് പറയുകയും ഞാൻ ആ കത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് കൈമാറുകയും ചെയ്തു. മാത്രമല്ല NM വിജയേട്ടന്റെ മകനെ ജിജേഷിനെ പിരിച്ചുവിടണം എന്നും ജോലി കൊടുക്കേണ്ട എന്നും ഞാൻ എവിടെയും ആർക്കും ഒരു ശുപാർശ നൽകിയിട്ടില്ല. IC ബാലകൃഷ്ണന്റെ ശുപാർശ കത്ത് പ്രകാരമല്ല മകൾക്ക് ജോലി ലഭിച്ചതെന്ന് KV ബാലകൃഷ്ണനും പ്രതികരിച്ചു. ഞാനിപ്പോൾ ഇവരെ ആരെയും ശുപാർശ കൊണ്ടിട്ടല്ല, എനിക്കൊരു കത്ത് തന്നു. അത് എൻ്റെ കുറേ കാലങ്ങൾ ഞങ്ങനെ പുറകെ നടന്ന് വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ പിന്നെ സമീപിക്കുന്ന ആരെയാ? പാർട്ടീനെ സമീപിക്കുക. ഞാൻ KPCC പ്രസിഡന്റ്, അന്നത്തെ KPCC പ്രസിഡന്റായില്ല VN സുധീരൻ സാറിനെ കണ്ടു. അന്നത്തെ ഇതിന്റെ ചാർജ് ഉണ്ടായിരുന്ന മരിച്ചുപോയി കോടതി ഗോവിന്ദൻ നായർ ആയിട്ട് അയാൾക്ക് കത്ത് കൊടുത്തു. ഇതെല്ലാം നമ്മൾ ചെയ്തതാണ്. NM വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങളിൽ നേതൃമാറ്റം എന്ന ആവശ്യം കോൺഗ്രസിലെ ഒരു വിഭാഗം ഉയർത്തുന്നുണ്ട്. നേതാക്കളുടെ അറസ്റ്റ് ആവശ്യപ്പെട്ടും IC ബാലകൃഷ്ണന്റെ രാജി ആവശ്യപ്പെട്ടും CPIM പ്രതിഷേധം കടുപ്പിക്കും. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പങ്കെടുക്കുന്ന പ്രതിഷേധ പൊതുയോഗം 13-ന് ബത്തേരിയിൽ നടക്കും. 16-ന് DYFIയും പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട്. 24 വയനാട്.
തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ആറാലമ്മൂട് സ്വദേശി ഗോപൻ സ്വാമിയുടെ മരണത്തിൽ അടിമുടി ദുരൂഹത. പിതാവ് സമാധിയായതാണെന്നും പരസ്യമാക്കാൻ പാടില്ല എന്നുമാണ് മകന്റെ വിചിത്രവാദം. വ്യാഴാഴ്ച രാവിലെയോടെയാണ് ഗോപൻ സ്വാമിയുടെ മരണം. സംഭവത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് നെയ്യാറ്റിൻകര പോലീസ് ജില്ലാ കളക്ടർക്ക് കൈമാറിയിട്ടുണ്ട്. വ്യാഴാഴ്ച രാവിലെ 10 മണിയോടെയാണ് ഗോപൻ സ്വാമി മരിച്ചത്. മരണവിവരം ബന്ധുക്കളെയോ ജനപ്രതിനിധികളെയോ നാട്ടുകാരെയോ അറിയിച്ചില്ല. ഗോപൻ സ്വാമിയുടെ 2 മക്കൾ ചേർന്ന മൃതദേഹം മറവു ചെയ്തെന്നാണ് നാട്ടുകാരുടെ ആരോപണം. പൂജാരിയായ മക്കൾ സദനും രാജസേനും ചേർന്നാണ് മൃതദേഹം സംസ്കരിച്ചത്. ഗോപൻ സ്വാമി സമാധിയായെന്ന് പിന്നീട് പോസ്റ്റർ പതിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ മകൻ തന്നെ മൊഴി കൊടുത്തിട്ടുണ്ട്. അച്ഛൻ അയാളുടെ കൂടെ നടന്നു വന്ന് ഗുളിയൊക്കെ കഴിച്ചിട്ട് നടന്നു വന്ന് കോവിലിൽ കയറി തൊഴുതിട്ട് അവർ നേരത്തെ തീർത്ത് വെച്ചിരുന്ന ആ മണ്ഡപത്തിൽ കയറി ഇരുന്നതിന് ശേഷം ആത്മാവ് ഇങ്ങനെ പോകുന്നത് അയാൾ കണ്ടെന്നാണ് പറയുന്നത്. ഒരു പരിഷ്കൃത സമൂഹത്തിൽ എങ്ങനെയാണ് ഈ ആത്മാവ് പോകുന്നത് കാണുന്നതെന്നൊന്നും നമുക്കറിയില്ല. നമ്മൾ കേരളത്തിലാണ് ജീവിക്കുന്നത്. പോസ്റ്റർ ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ പോലീസിന് വിവരം അറിയിച്ചു. മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന പൂജ ഉള്ളതിനാലാണ് സമാധിയായ വിവരം ആരെയും അറിയിക്കാതിരുന്നതെന്നാണ് കുടുംബത്തിന്റെ വാദം. അച്ഛന് ഭയങ്കര ധ്യാനമാണ്, അവിടെ ഇരുന്നാണ് ധ്യാനിക്കുന്നത്. സമയമായപ്പോൾ എൻ്റെ അടുത്ത് ഒരു 10:30 ആകുമ്പോൾ ചെന്നിരുന്നു, മക്കളെ ഞാൻ സമാധിയാവുകയാണ്, എൻ്റെ ചടങ്ങുകൾ ഇന്ന രീതിയിൽ ചെയ്യണം. നമ്മളിപ്പോൾ ഒരാളെ മരിച്ചു പോയിട്ട് കൊണ്ട് ഇരുത്തി കഴിഞ്ഞാൽ അത് ആക്കുകയാണെങ്കിലും കാണാം, എല്ലാം ചെയ്യാം. പക്ഷേ ജീവൽ സമാധിയായ സ്ഥലം അപ്പോൾ ജീവൽ സമാധിയായാണ്. അപ്പോൾ ജീവൽ സമാധി ആയതുകൊണ്ട് എൻ്റെ അച്ഛൻ പറഞ്ഞു ഞാൻ ജീവൽ സമാധിയാണ്. അപ്പം ഒരിക്കലും ഇതാരും, അതായത് ഈ സമാധിയാകുന്ന സമയം ആരും കാണാൻ പാടില്ല മക്കളെ, അതുകൊണ്ട് ആരും കാണില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം, ഈ സമയം മുഹൂർത്തം തെറ്റിക്കാനും പാടില്ല. നിങ്ങൾ ഈ മുഹൂർത്തം തെറ്റിക്കാൻ പാടില്ല, ഇന്ന ചടങ്ങുകൾ നിങ്ങൾ ചെയ്യണം. വീടിന് സമീപം പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്തായിരുന്നു മൃതദേഹം സമാധിയായി സംസ്കരിച്ചത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തിയ പോലീസ് ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. കളക്ടറുടെ നിർദ്ദേശപ്രകാരമായിരിക്കും തുടർ നടപടി. ആവശ്യമെങ്കിൽ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യാനാണ് പോലീസ് നീക്കം. 24 തിരുവനന്തപുരം. പോലീസിന്റെ വിശദമായ അന്വേഷണം തുടർന്നും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും. പോലീസ് ഇപ്പോൾ ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട്. ആവശ്യമെങ്കിൽ മൃതദേഹം പുറത്തെടുക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ആലോചിക്കാം എന്നുള്ള നിലപാടിലാണ് അന്വേഷണ സംഘം ഈ ഘട്ടത്തിൽ ഉള്ളത്. തിരുവനന്തപുരത്ത് സീരിയൽ ലൊക്കേഷനിൽ ജൂനിയർ ആർട്ടിസ്റ്റ് ലൈംഗിക ചൂഷണത്തിനിരയായ സംഭവത്തിൽ പ്രൊഡക്ഷൻ കൺട്രോളർ അസീം ഫാസിലിനെതിരെ ഗുരുതര വെളിപ്പെടുത്തലുമായി പരാതിക്കാരി. മദ്യലഹരിയിൽ അസീം ഫാസിൽ ലൈംഗികമായി ഉപദ്രവിച്ചുവെന്നും ജൂനിയർ ആർട്ടിസ്റ്റുകളെ എത്തിച്ചു നൽകാൻ നിർബന്ധിച്ചുവെന്നുമാണ് പരാതിക്കാരിയുടെ വെളിപ്പെടുത്തൽ. പരാതി നൽകാനെത്തിയപ്പോൾ തിരുവല്ലം പോലീസ് ഒത്തുതീർപ്പിന് ശ്രമിച്ചുവെന്നും പരാതിക്കാരി 24നോട് പറഞ്ഞു. 24 എക്സ്ക്ലൂസീവ്. തിരുവനന്തപുരം സ്വദേശിനിയായ ജൂനിയർ ആർട്ടിസ്റ്റ് കോർഡിനേറ്റർ നൽകിയ പരാതിയിൽ അസീം ഫാസിൽ എന്ന പ്രൊഡക്ഷൻ കൺട്രോളർക്കെതിരെ തിരുവല്ലം പോലീസ് കേസെടുത്തിരുന്നു. മദ്യലഹരിയിൽ അസീം ഫാസിൽ ലൈംഗികമായി ഉപദ്രവിച്ചുവെന്നാണ് പരാതി. പിന്നാലെ നിർമ്മാതാവ് ഇടപെട്ട് ഇയാളെ 2 സീരിയലുകളിൽ നിന്നും പുറത്താക്കി. പുതിയ നിർമ്മാതാവ് വന്നതോടെ അസീം ഫാസിൽ തിരിച്ചെത്തി. ജൂനിയർ ആർട്ടിസ്റ്റുകളെ എത്തിച്ചു നൽകണമെന്ന് വീണ്ടും ആവശ്യപ്പെട്ടുവെന്നും ഇല്ലെങ്കിൽ ജോലി നിഷേധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും പരാതിക്കാരി. ജൂലൈ 19-ാം തീയതി നൈറ്റ് ഷൂട്ട് 15ഓളം ജൂനിയർ ആർട്ടിസ്റ്റ് അവിടെ ഉണ്ടായിരുന്നു. അന്ന് രാത്രി 1:30 മണിയോളം ഷൂട്ട് പോയി. പൂവച്ചൽ സ്വദേശി ഇപ്പം ട്രിവാൻഡ്രത്താണ് താമസിക്കുന്നത്. പുള്ളി ഞാൻ കാറിൻ്റെ അടുത്തോണ്ട് ഇങ്ങോട്ട് വാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇരുട്ടാണ് ഉറ്റത്തപ്പിളിൽ നിന്നത്. അപ്പോൾ കാറിൻ്റെ അടുത്തോട്ടെന്ന് പറഞ്ഞാൽ ഇരുട്ടെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ് കുഴപ്പമില്ല, ഇങ്ങോട്ട് വന്നാൽ ഞാനിവിടെ ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് പോയി. കള്ളു കുടിച്ചും കൊണ്ട് കുപ്പിയും ഗ്ലാസ്സും ഉണ്ടായിരുന്നു പുള്ളിയുടെ കയ്യിൽ. അപ്പോൾ എന്നെ കണ്ടതും കുപ്പിയും ഗ്ലാസും അതിൻ്റെ പുറത്ത് വെച്ചിട്ട് പുള്ളി എന്നെ കയറി പിടിക്കുകയാണ് ചെയ്തത്. പുള്ളിയുടെ കൈ തട്ടി മാറ്റിയിട്ട് ഞാൻ പെട്ടെന്ന് വെപ്രാളത്തി മുന്നോട്ട് പോയി. പരാതി ഒതുക്കാൻ തിരുവല്ലം പോലീസ് നിർബന്ധിച്ചുവെന്നാണ് മറ്റൊരു ആക്ഷേപം. ഫെഫ്കയിൽ മൊഴി കൊടുക്കുന്നത് തടയാൻ ശ്രമം നടത്തി. മകൻ സ്റ്റേഷനിൽ ഹാജരാകണമെന്ന് CI ഭീഷണിപ്പെടുത്തി. നീ എനിക്ക് അഡ്ജസ്റ്റ്മെൻറ്റിന് ആൾ പറഞ്ഞു വിട്ടില്ല എന്നുകൊണ്ട് നിൻ്റെ വർക്ക് നിന്ന് തെറിപ്പിക്കും, നീ ഇനി ഒരു വർക്കും ചെയ്യില്ല. അപ്പോൾ ഞാൻ 5ഓളം സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിനി ഒരു സീരിയൽ നീ ചെയ്യില്ല, ഈ വർക്കിൽ നീ മുന്നോട്ട് പോവേയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ആ പണിയില്ല, ജൂനിയർ ആർട്ടിസ്റ്റിനെ കാഴ്ച വെക്കണമെന്ന്. അത് നമ്മൾ കോർഡിനേറ്റർമാർ അനുഭവിക്കുന്ന ഒരു അനുഭവമാണ്. ഇവന് നിരന്തരം ഞാൻ ആൾ കൊടുക്കണം, ഇല്ലെങ്കിൽ നിങ്ങളെ വർക്കിന് ഇനി ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് അതുപോലെ ഇവൻ ചെയ്തു. സ്റ്റേഷനിൽ പരാതി കൊടുത്തപ്പോൾ അവരാദ്യം പറഞ്ഞതെന്ന് പറഞ്ഞാൽ അസീം നിങ്ങൾ ഈ കേസ് ഒത്തുതീർപ്പാക്കി പോകണം, അല്ലെങ്കിൽ നിങ്ങളിത് ഭാവിയിൽ ഒരുപാട് ബുദ്ധിമുട്ട് നിങ്ങൾ അനുഭവിക്കും. തിരുവല്ല സ്റ്റേഷനിൽ. അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റിന് പ്രൊഡ്യൂസർക്ക് ആൾ കൊടുത്താൽ നല്ല വേഷം തരും, നല്ല ക്യാഷ് വരും. എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളിനെ വ്യക്തമാക്കല്ല, 3 പേർക്ക് വേണ്ടി ആൾ തന്നു കഴിഞ്ഞാൽ നീ ഉയരങ്ങളിലെത്തും, നിനക്ക് ഒരുപാട് കാശ് കിട്ടുമെന്ന്. പക്ഷേ ആ കാശ് എനിക്ക് വേണ്ടാന്ന് ആ പുള്ളിയുടെ അടുത്ത് പറഞ്ഞൊരു വാക്ക്, ഒന്നീ നിങ്ങളുടെ ഭാര്യയെ കൊണ്ടു കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ മോളെ കൊണ്ടു കൊടുക്കുക, അതാകുമ്പോൾ വേറെ കുഴപ്പമില്ല, ആ കാശ് നിങ്ങൾ വാങ്ങുമെന്ന് പറഞ്ഞു. പരാതി ലഭിച്ചതിന് പിന്നാലെ അസീം ഫാസിലിനെ ഫെഫ്കയിൽ നിന്നും പുറത്താക്കിയിരുന്നു. ഒളിവിലുള്ള അസീം ഫാസിലിനായി പോലീസ് അന്വേഷണം നടത്തി വരികയാണ്. സിനിമാ സീരിയൽ മേഖലയിലെ ലൈംഗിക ചൂഷണവുമായി ബന്ധപ്പെട്ട് ഉയർന്നുവരുന്ന പരാതികളിൽ പോലീസ് എത്രമാത്രം നിഷ്ക്രിയത്വം കാണിക്കുന്നു എന്നുള്ളതാണ്
അല്പസമയം മുൻപ് ഇവർ പറഞ്ഞവസാനിപ്പിച്ച കാര്യം പോലീസിൽ വിശ്വാസമില്ല എന്നുകൂടി പറഞ്ഞവസാനിപ്പിക്കുന്നുണ്ട്. ക്യാമറാമാൻ ഷൈജു ചാവശ്ശേരിക്കൊപ്പം ഷഫീദ് റാവുത്തർ, 24 തിരുവനന്തപുരം. മൂന്നാറിൽ കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയെന്ന വിവരം പുറത്തുവരുന്നുണ്ട്. ഗൂഡാർവിള എസ്റ്റേറ്റ് സൈലന്റ് വാലി ഡിവിഷനിലാണ് 10 വയസ്സിലധികം പ്രായം വരുന്ന കടുവയുടെ ജഡം കണ്ടെത്തിയിരിക്കുന്നത്. ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് വരാം. അതിനുമുമ്പ് ചെറിയൊരു ഇടവേളയുണ്ട്, ഷോർട്ട് ബ്രേക്ക്. ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ സൂചിപ്പിച്ച വാർത്തയുടെ വിശദാംശങ്ങളാണ് ഇടവേളയ്ക്ക് ശേഷം ആദ്യം നമ്മൾ തേടുന്നത്. മൂന്നാറിൽ കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തി. ഗൂഡാർവിള എസ്റ്റേറ്റ് സൈലന്റ് വാലി ഡിവിഷനിലാണ് 10 വയസ്സിലധികം പ്രായം വരുന്ന കടുവയുടെ ജഡം കണ്ടെത്തിയത്. ശനിയാഴ്ച രാവിലെ തേയിലത്തോട്ടത്തിൽ ജോലിക്കെത്തിയ തൊഴിലാളികളാണ് ജഡം കണ്ടത്. രാഹുൽ വിജയൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഇടുക്കിയിൽ നിന്ന്. രാഹുൽ, വിവരങ്ങൾ എന്താണ്? രാഹുൽ, രജിത്ത്, ഇത് പ്രായാധിക്യം മൂലം ചത്തതായിരിക്കാം ഈ കടുവ എന്നുള്ളതാണ് വനംവകുപ്പിന്റെ ഒരു പ്രാഥമിക നിഗമനം. ഈ ജഡത്തിന് ദിവസങ്ങളുടെ പഴക്കമുണ്ട്. എന്തായാലും തേക്കടിയിൽ നിന്ന് വെറ്റിനറി ഡോക്ടർ എത്തി നാളെ പോസ്റ്റ്മോർട്ടം നടത്തുമെന്ന് റേഞ്ച് ഓഫീസർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റേതെങ്കിലും തരത്തിലുള്ള ദുരൂഹത ഒന്നും ഈ കടുവ ചത്ത നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഇല്ല എന്നുകൂടി വ്യക്തമാക്കുന്നുണ്ട്. 10 വയസ്സ് മുതൽ 15 വയസ്സ് വരെയാണ് ഒരു കടുവയുടെ ശരാശരി ആയുസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രായാധിക്യമായിരിക്കാം ഈ കടുവ ചാകാൻ കാരണമെന്നുള്ളതാണ് പ്രധാനമായും പറയുന്നത്. ഇന്ന് രാവിലെ ഈ ഗൂഡാർവിള എസ്റ്റേറ്റിൽ തോട്ടം തൊഴിലാളികൾ ജോലിക്കായി എത്തിയപ്പോഴാണ് ഈ കടുവയുടെ ജഡം കാണുകയും ചെയ്തത്. ശരി, രാഹുൽ വിജയൻ വിവരങ്ങൾ നൽകുകയായിരുന്നു ഇടുക്കിയിൽ നിന്ന്. ഇനി നമ്മൾ ശബരിമല വിശേഷങ്ങളിലേക്കാണ് കടക്കുന്നത്. ശരണം സന്നിധാനം. സൈക്കിൾ പ്യൂർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ. മകരവിളക്കിന് മുന്നോടിയായി ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കാൻ കൂടുതൽ ക്രമീകരണങ്ങൾ. സ്പോട്ട് ബുക്കിംഗ് 5000 ചുരുക്കിയിട്ടുണ്ട്. സുരക്ഷയ്ക്കായി 5000-ലധികം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചിരിക്കുന്നത്. സന്നിധാനത്ത് നിന്ന് രാഹുൽ സുരേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഹുൽ, ഈ മകരവിളക്ക് ഉത്സവത്തിന് മുന്നോടിയായിട്ടുള്ള സാധാരണയായി ഒരുക്കാറുള്ള ക്രമീകരണങ്ങൾ അതെല്ലാം കൃത്യമായി തന്നെ നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. എന്താണ് സന്നിധാനത്ത് നിന്ന് പങ്കുവയ്ക്കാൻ കഴിയുന്ന പുതിയ വിവരങ്ങൾ, രാഹുൽ? റിജിത്ത്, മകരവിളക്ക് തീർത്ഥാടനം ആരംഭിച്ച് ഇന്ന് 13 ദിവസം പിന്നിടുകയാണ്. ഈ കാലയളവിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ആദ്യമായാണ് തീർത്ഥാടക പ്രവാഹമില്ലാത്ത ഒരു ദിവസം കടന്നു പോകുന്നത്. ദൃശ്യങ്ങളിൽ കാണുന്നത് 18-ാം പടി കയറുന്ന തീർത്ഥാടകരുടെ ദൃശ്യമാണ്. സാധാരണ ദിവസങ്ങളിൽ വൻ തീർത്ഥാടക പ്രവാഹം ഈ സമയങ്ങളിൽ ഉണ്ടാകേണ്ടതാണ്. പക്ഷേ 18-ാം പടിക്ക് താഴെയുള്ള നടപ്പന്തലും സന്നിധാനത്തെ ഫ്ലൈ ഓവറും എല്ലാം കാലിയായി കിടക്കുന്നു. മല കയറുന്ന തീർത്ഥാടകർക്ക് 1 മിനിറ്റ് പോലും ക്യൂ നിൽക്കാതെ സുഗമ ദർശനം സാധ്യമാകുന്നു എന്നതാണ് ഈ നിമിഷത്തെ ഈ വൈകുന്നേരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേസമയം ഈ എരുമേലി പേട്ടതുള്ളലിന് വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് മല കയറാതെ തീർത്ഥാടകർ കൂട്ടത്തോടെ എരുമേലി പേട്ടതുള്ളലിൽ പങ്കെടുക്കുന്നു. ഇന്ന് രാത്രിയോടെയും നാളെയോടെയും തീർത്ഥാടകർ വീണ്ടും മല കയറി തുടങ്ങുമെന്ന വിലയിരുത്തലിലാണ് ഇപ്പോൾ ദേവസ്വം ബോർഡും അതോടൊപ്പം തന്നെ പോലീസും ഉള്ളത്. എന്താണെങ്കിലും നാളെ മുതൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഒക്കെ സന്നിധാനത്ത് വരികയാണ്. അതിൽ എടുത്തു പറയേണ്ട കാര്യം, നാളെ രാവിലെ 8 മണി മുതൽ പമ്പയിൽ വാഹന പാർക്കിംഗ് നിരോധിക്കുന്നു. ബുധനാഴ്ച വരെയാണ് ഈ നിയന്ത്രണമുള്ളത്. അതുമാത്രമല്ല, നാളെ വെർച്വൽ ക്യൂവിൽ ബുക്ക് ചെയ്തിരിക്കുന്നവരുടെ എണ്ണം 60,000-ആയി ക്രമപ്പെടുത്തിയിട്ടുണ്ട്. റിജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ നാളെ മുതൽ 5000 പേർക്ക് മാത്രമായിരിക്കും സ്പോട്ട് ബുക്കിംഗും അനുവദിക്കുക എന്നാണ് പറഞ്ഞത്. ഇന്ന് പോലീസിന്റെ നേതൃത്വത്തിൽ ഇവിടെ ഉന്നതതല യോഗം ചേർന്നിരുന്നു. അദ്ദേഹം DGP പറഞ്ഞ അനുസരിച്ച് 5000 പോലീസുകാരെയാണ് സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി ഇവിടെ നിയോഗിച്ചിട്ടുള്ളത്. അത് പമ്പയാണെങ്കിലും സന്നിധാനമാണെങ്കിലും തീർത്ഥാടകരെത്തുന്ന മുഴുവനിടങ്ങളിലും ആ നിയന്ത്രണം, ആ സുരക്ഷ ഉറപ്പാക്കുന്നുണ്ട് പോലീസ്. എന്താണെങ്കിലും ഇനി 2 ദിവസം മാത്രമാണ് ഈ മകരവിളക്കിനായി കാത്തിരിക്കുന്നത്. ഇപ്പോൾ മല കയറുന്ന തീർത്ഥാടകരെല്ലാം തന്നെ ഇവിടെ വിരിവെച്ച് കഴിയുകയാണ്. 3 ലക്ഷം തീർത്ഥാടകരെയാണ് പ്രസിദ്ധമായ മകരവിളക്ക് ദിനം സന്നിധാനത്തേക്ക് പ്രതീക്ഷിക്കുന്നത്. TK. ശരി, സന്നിധാനത്ത് നിന്ന് രാഹുൽ സുരേഷ് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ശബരിമല മകരവിളക്കിന് മുന്നോടിയായി എരുമേലിപ്പേട്ടതുള്ളൽ. സമൂഹ പെരിയോൻ N. ഗോപാലകൃഷ്ണപിള്ളയുടെ നേതൃത്വത്തിലുള്ള അമ്പലപ്പുഴ സംഘത്തെ നൈനാർപ്പള്ളിയിൽ മഹല്ല് കമ്മിറ്റി സ്വീകരിച്ചു. ഉച്ചയ്ക്ക് ശേഷമായിരുന്നു ആലങ്ങാട് സംഘത്തിന്റെ പേട്ടതുള്ളൽ. പതിനൊന്നരയോടെ ശ്രീകൃഷ്ണപരുന്ത് അമ്പലപ്പുഴ ഭഗവാന്റെ വരവറിയിച്ച് വട്ടമിട്ട് പറന്നു. പിന്നാലെ കൊച്ചമ്പലത്തിലെത്തിയ അമ്പലപ്പുഴ സംഘം സമൂഹ പെരിയോൻ N. ഗോപാലകൃഷ്ണപിള്ളയുടെ നേതൃത്വത്തിൽ ചടങ്ങുകളിലേക്ക് കടന്നു. പേട്ടപ്പണം സമർപ്പിച്ച് തിടമ്പേറ്റിയ ഗജവീരന്മാർക്കൊപ്പം പേട്ടതുള്ളി പുറത്തേക്കിറങ്ങിയ സംഘത്തെ നൈനാർപ്പള്ളിയിൽ ജമാഅത്ത് ഭാരവാഹികൾ സ്വീകരിച്ചു.
നയനാർപ്പള്ളിയെ വലം വെച്ച് ശേഷം വാവരുടെ പ്രതിനിധിയെയും കൂട്ടിയാണ് അമ്പലപ്പുഴ സംഘം വലിയമ്പലത്തിലേക്ക് തിരിച്ചത്. ഉച്ചയ്ക്ക് ശേഷമായിരുന്നു ആലങ്ങാട് സംഘത്തിന്റെ പേട്ടതുള്ളൽ. യോഗം പെരിയോൻ AK വിജയകുമാറിന്റെ നേതൃത്വത്തിലാണ് ആലങ്ങാട് സംഘം പേട്ടതുള്ളിയത്. വാവരുസ്വാമി അമ്പലപ്പുഴ സംഘത്തിനൊപ്പം പോയി എന്ന വിശ്വാസത്തിൽ വാവരുപള്ളിക്ക് പുറത്തുനിന്ന് തൊഴുത് ആലങ്ങാട് സംഘവും മടങ്ങി. പേട്ടതുള്ളലിന് ശേഷം അമ്പലപ്പുഴ സംഘവും ആലങ്ങാട് സംഘവും പരമ്പരാഗത പാതയിലൂടെ പമ്പയിലേക്കെത്തും. അവിടെ പമ്പ വിളക്കും കണ്ടതിന് ശേഷമാണ് മകരവിളക്ക് കാണാൻ സന്നിധാനത്തേക്ക് എത്തുക. എന്തായാലും ഇത്തവണയും 10,000-കണക്കിന് ഭക്തരാണ് പേട്ടതുള്ളലിനായി എരുമേലിയിൽ എത്തിയത്. കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂരിനൊപ്പം ടോബി ജോൺസൺ, 24. ശബരിമലയിലെ ഇന്നത്തെ ചടങ്ങുകൾ നോക്കാം. BLM ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശബരിമലയിലെ ചടങ്ങുകൾ സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. മറ്റ് റിപ്പോർട്ടുകളിലേക്ക്. പ്രതിഷേധം പതിവായ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഭരണമാറ്റം. മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലിന്റെ വികാരിയായി ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനിയെ നിയമിച്ചു. അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്ററായിരുന്ന മാർ ബോസ്കോ പുത്തൂർ രാജിവെച്ചതിനെ തുടർന്നാണ് നടപടി. പുതിയ കുരിയ ഫാദർ ജോഷി പുത്തൂരിനെ മാറ്റണമെന്നാവശ്യപ്പെട്ട് ഒരു വിഭാഗം പ്രതിഷേധം ശക്തമാക്കി. സമാധാനപരമായി ബിഷപ്പ് ഹൌസിനുള്ളിൽ പ്രാർത്ഥനായജ്ഞം നടത്തിയിരുന്ന 21 വൈദികരെ പോലീസ് ബലം പ്രയോഗിച്ച് പുറത്താക്കിയെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധങ്ങളുടെ തുടക്കം. പിടിവലിയിൽ വൈദികർക്ക് പരിക്കേറ്റു. തുടർന്ന് പോലീസിനും സർക്കാരിനുമെതിരെ അതിരൂക്ഷ വിമർശനമുയർത്തി പ്രതിഷേധക്കാർ. പോലീസിന്റെ ബാരിക്കേഡുകൾ വരെ തകർത്തു. തുടർന്ന് ദിവസങ്ങളായി പള്ളിക്കുള്ളിൽ പ്രാർത്ഥനായജ്ഞം നടത്തിയിരുന്ന 21 വൈദികർക്കെതിരെ സഭ നടപടിയെടുത്തു. ഇതിനിടയിലാണ് അതിരൂപതയിലെ പുതിയ ഭരണമാറ്റം. മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിന്റെ പുതിയ വികാരിയായി മാർ ജോസഫ് പാംപ്ലാനിയെ നിയമിച്ചു. അഡ്മിനിസ്ട്രേറ്ററായിരുന്ന ബോസ്കോ പുത്തൂർ രാജിവെച്ചതിനെ തുടർന്നാണ് നിയമനം. 2023 ഡിസംബർ 7-നാണ് മാർ ബോസ്കോ പുത്തൂർ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ സ്ഥാനം ഏറ്റെടുത്തത്. 2024 സെപ്റ്റംബറിൽ ആരോഗ്യകാരണങ്ങളാൽ രാജി സമർപ്പിച്ചു എന്നാണ് സീറോ മലബാർ സഭയുടെ വിശദീകരണം. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കുർബാന തർക്കം ഉൾപ്പെടെയുള്ളവയിൽ പരിഹാരം കണ്ടെത്തുക അടക്കമുള്ളവയായിരിക്കും മാർ ജോസഫ് പാംപ്ലാനിയുടെ കർത്തവ്യം. വിമത വിഭാഗം പ്രതിഷേധം തുടരുന്നതിനിടയിൽ ആരാധനാക്രമത്തിലെ അഭിപ്രായങ്ങൾ തെരുവിലെ സംഘർഷമാക്കി മാറ്റരുതെന്ന് മുന്നറിയിപ്പും സഭ നൽകി. പ്രതിഷേധം തുടർന്നാൽ നടപടി കടുപ്പിക്കാനും സാധ്യതയുണ്ട്. 24 കൊച്ചി. ഇന്നത്തെ പ്രൈം ടൈമിന്റെ സമയം ഇവിടെ പൂർത്തിയാവുകയാണ്. ഇനി വാർത്താമഴയുമായി പ്രേക്ഷകർക്കൊപ്പം S വിജയകുമാർ എത്തും. നമസ്കാരം.